LDF പ്ലസ് PV അൻവർ എന്ന സമവാക്യം മാത്രമേ നിലമ്പൂരിൽ LDF വിജയിച്ചിട്ടുള്ളൂ. LDF മാത്രമായൊരു LDF നിലമ്പൂരിൽ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി UDF ഉയർത്തിപ്പിടിച്ച അതിൻ്റെ രാഷ്ട്രീയപരമായ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ, ഇവയെല്ലാം കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പാകെ UDFന് സമർപ്പിക്കാൻ സാധിക്കും. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ തന്നെ സംസാരത്തിൽ വന്നു നിലമ്പൂരിൽ 1800 കോടി ഭയങ്കര വികസനമാണ് എന്ന്. ഈ നിലമ്പൂരിൽ ഈ വെച്ചുകൊണ്ട് അൻവർ പറയട്ടെ, ആരും പറയട്ടെ, സഖാക്കളും പറയുന്നുണ്ട്. ഈ നിലമ്പൂരിലെ ജനങ്ങളോട് അങ്ങനെ ഒരു 1800 കോടിയുടെ വികസനം എന്ന് പറഞ്ഞാൽ അവരാദ്യം ചൂണ്ടിക്കാണിക്കുക നിലമ്പൂരിലെ ബൈപ്പാസ് എവിടെ എന്നുള്ള ചോദ്യമാണ്. 2015 UDFൻ്റെ ഗവൺമെൻറ് അനുവദിച്ച 36 കോടി രൂപയല്ലാതെ പിന്നീട് 1 കോടി രൂപ പോലും അതിലേക്ക് നൽകാൻ ഈ 9 വർഷം പൂർത്തിയായ ഇടതുപക്ഷ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് എല്ലാ ബഡ്ജറ്റിലും 100 കോടിയും 200 കോടിയും അനുവദിക്കുക, അതിൻ്റെ പേരിൽ ഇവിടെ നിരന്തരം ഫ്ലെക്സ് വെക്കുക, അങ്ങനെ 1000 കോടി ക്ലബിൽ കയറിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനമുണ്ട് എന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് നിലമ്പൂർ ബൈപ്പാസ് മാത്രമാണ്. PV അൻവർ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി ആ ബൈപ്പാസിനെതിരായിരുന്നു, വികസന പ്രവർത്തനങ്ങളെതിരായിരുന്നു എന്നാണ്. നിലമ്പൂരിലെ CPMൻ്റെ LC സെക്രട്ടറി ഹരിദാസ്, അദ്ദേഹം ഈ ബൈപ്പാസിൻ്റെ ഇരകളായി ഇപ്പോഴും വീട് വിൽക്കാനോ മറ്റോ കഴിയാതെ ആ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളെ 2 ബസ്സിൽ PV അൻവർ മുഖ്യമന്ത്രിയെ കാണിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുപോയപ്പോൾ അതിനെതിരെ പാർട്ടിയിൽ കലാപമുണ്ടാക്കുകയും പരാതി കൊടുക്കുകയും ചെയ്ത ആളാണെന്ന്. എന്ന് വെച്ചാൽ ഈ നാട്ടിൽ അങ്ങനെയുള്ളൊരു വികസനമേ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു നിലമ്പൂർ ചന്തക്കുന്നിൽ. ആ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് പിന്നീട് അധികാരത്തിൽ വന്ന LDFൻ്റെ ഭരണസമിതി, ഈ നിലമ്പൂർ നഗരസഭ ഭരണസമിതി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്, നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ ഒരു മഴ പെയ്താൽ കയറിയിരിക്കാൻ ഒരു സൗകര്യമില്ല. നിലമ്പൂരിൽ നിന്ന് നാടുകാണിയിൽ നിന്ന് പരപ്പനങ്ങാടി വരെ പോകുന്ന 490 കോടി രൂപയുടെ ഒരു പദ്ധതി UDF ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതിവർ നിർത്തലാക്കി. ഇന്ന് ഈ കാണുന്ന ബ്ലോക്ക് കാണുന്നത് മുഴുവൻ അതിൻ്റെ പ്രതിഫലം കൂടിയാണ്. നിങ്ങൾക്കറിയാമോ, 29 മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടി എല്ലാ മണ്ഡലങ്ങളിലും ഗവൺമെൻറ് കോളേജ് അനുവദിച്ചു. അങ്ങനെ അനുവദിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമായിരുന്നു നിലമ്പൂരിൽ. ആര്യാടൻ മുഹമ്മദ് ഈ മാനവേദൻ സ്കൂളിൽ 5 ഏക്കർ ഭൂമി അതിനുവേണ്ടി കണ്ടെത്തി തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചു. പിന്നീട് വന്ന LDFൻ്റെ MLA ആയ PV അൻവർ ചെയ്തത്, ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ മാനവേദൻ സ്കൂളിലെ 18 ഏക്കറിൽ നിന്ന് 5 ഏക്കർ വേണ്ടാന്ന് തീരുമാനിച്ചു. 2 വർഷം ആ പദ്ധതിയെ തൊട്ടില്ല. പിന്നെ പൂക്കോട്ടുംപാടത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മുകളിൽ തുടങ്ങി. ഇന്ന് ആ പൂക്കോട്ടുംപാടം അത് നിലമ്പൂരിലേക്ക് വരുന്നു. ഇതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല, ഇതുവരെ കെട്ടിടമായിട്ടില്ല, ഒന്നുമായിട്ടില്ല. അതിനൊപ്പം തുടങ്ങിയ ബാക്കി കോളേജുകൾ തവനൂരിലാവട്ടെ, താനൂരിലാവട്ടെ, മങ്കടയിലാവട്ടെ, കൊണ്ടോട്ടിയിലാവട്ടെ, കൊടുവള്ളിയാവട്ടെ, എല്ലായിടത്തും തുടങ്ങി നാക്കിൻ്റെ അക്രഡിറ്റേഷൻ വരെ കിട്ടി. ആരാണ് ഇത്തരം വികസനങ്ങൾ ഇവിടെ നടത്താതെ പോയത്? ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഇവിടെയുള്ള ഓരോ മനുഷ്യനും അറിയാം. അതാണ് നിലമ്പൂർ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വികസനം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കർമാർ സമരത്തിലാണ്. യഥാർത്ഥമായ രീതിയിൽ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല. ഇവിടെ സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് വരെ പണമില്ല. ആരോഗ്യ മേഖലയിൽ ഇവിടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം, ജനങ്ങൾക്ക് ബാധിക്കുന്ന വെള്ളത്തിൻ്റെ കരം ഉൾപ്പെടെ, വൈദ്യുതി കരം ഉൾപ്പെടെ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പൊതുവിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്, നിലമ്പൂരിൽ വിശേഷിച്ചും പ്രശ്നത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഉജ്ജ്വലമായ ഭൂരിപക്ഷ വിജയത്തിൽ ഒരു തർക്കവുമില്ല.